ട്രൂപ്പേഴ്സിന്റെ യാത്ര ഞങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുക. പോട്ടെ 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 പോട്ടെ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു യാത്ര പോവാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൂൺ ട്രൂപ്പേഴ്സുമായിട്ട് ഒരു യാത്ര പോവാണ്. നമ്മൾ ഡൂൺ ട്രൂപ്പേഴ്സ് സാധാരണ പോകുന്നത് ഡെസേർട്ടിലാണ്. ഇത്തവണയും പോകുന്നത് ഡെസേർട്ടിലാണ്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി ഇപ്പോൾ സമയം ഖത്തർ സമയം 6:30 മണിയായിട്ടുണ്ട്. 5 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വക്കൂദിലെ സൗദി ഖത്തർ ബോർഡറിൻ്റെ ലാസ്റ്റ് പെട്രോൾ സ്റ്റേഷനിലാണ്. നേരെ പോകുന്നത് നമ്മുടെ ഖത്തർ ടു സൗദി ബോർഡറിലോട്ടാണ്. എങ്ങോട്ടെന്നല്ലേ? സൗദിയിലോട്ട് പോവാണ്. എന്തിനല്ലേ? സൗദിയിലെ മലകളൊന്ന് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വീണ്ടും പോവാണ്. നമ്മളിപ്പോൾ പോകുന്നത് സൗദിയുടെ മലകൾ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഖത്തറിലെ ഡെസേർട്ടൊക്കെ കണ്ട് മടുത്തു. ഇനിയിപ്പോൾ സൗദിയിൽ പോകുന്ന എവിടെയാണെന്ന് അറിയാം. റിയാദിലെ മലകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഖത്തറിലെ ലാസ്റ്റ് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മളിപ്പോൾ ഖത്തറിൻ്റെ സൈഡിലെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ സൗദിയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. സൗദിയിൽ എൻട്രി ചെയ്തെന്ന് വെച്ചാൽ സൗദിയുടെ എമിഗ്രേഷൻ്റെ ഭാഗത്തോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ സൗദിയുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് സൗദിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ 6 വണ്ടിയിലായിട്ട് 15 പേരാണ് പോകുന്നത്. ഇന്ന് വ്യാഴാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ട് എമിഗ്രേഷനിൽ കുറച്ച് തിരക്കുണ്ടെങ്കിൽ വലിയ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൗദിയിൽ എൻ്റർ ചെയ്ത ഫസ്റ്റ് റൗണ്ട് പോർട്ടിൽ മീറ്റപ്പ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒത്തുചേർന്ന് അവിടുന്ന് യാത്ര ആരംഭിക്കും. നാല് വണ്ടിക്ക് നമുക്ക് ഓൾറെഡി ഫിക്സഡ് റേഡിയോ. നമുക്ക് രാവിലെ വേണോ ഉച്ചക്കും വേണം. 4 റേഡിയോ നമുക്ക് ഫിക്സഡ് റേഡിയോ ആണ്. ബാക്കി 2 വണ്ടീൻ്റെ മാത്രമേ വെച്ചുള്ളൂ. 2 വണ്ടിയിൽ സംബന്ധിച്ചിടത്തോളം നമുക്ക് 4 റേഡിയോ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നല്ല ടോട്ടൽ 4 റേഡിയോ ഉണ്ടെങ്കിൽ വേണ്ട. എന്താണ് നമ്മളിപ്പോ ബോർഡർ കടന്ന് ഫസ്റ്റ് റൗണ്ട് ഓപ്പോടുന്ന് ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ വന്നിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. കുറച്ച് കഥകളൊക്കെ പറഞ്ഞത് തിരിച്ചു പോകാൻ. ഇപ്പോൾ സമയം 8 മണിയായി. ഖത്തറിന്റെയും സൗദിയുടെ സമയമൊക്കെ ഈക്വലാണ്. സെയിം 8 മണിയായിട്ടുണ്ട്. അവിടെ പോവാണ്. സെറ്റാണ്, റെഡി ആയിട്ടുണ്ട്. വണ്ടി ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകും. നേരെ റിയാദ് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. പുലർച്ചെ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഉറക്കമില്ലാത്ത രാത്രിയാണ് ഇന്നത്തെ. ഇന്ന് റൈഡ് ചെയ്ത് അവിടെ എത്തിയിട്ട് നാളെ മോർണിംഗ് ഡെസേർട്ട് റൈഡും കൂടി ഉണ്ട്. കാറിട്ട റോഡാണ് നമ്മുടെ ദോഹ ടു റിയാദ് ലാസ്റ്റ് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ദോഹ ബോർഡറിൽ വെച്ചിട്ട് റിയാദിലോട്ട് 500 കിലോമീറ്ററാണ്. ഏകദേശം 5.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ആ ഒരു യാത്രക്കിടയിലെ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. നമ്മൾ 6 വണ്ടി നിരനിരാന്ന് ഇട്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സും ടീയും ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വീണ്ടും യാത്ര തുടരും. അതിന് മുമ്പായിട്ടുള്ള ചെറിയൊരു ബ്രേക്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേപോലെ വന്നതിനാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കയറാൻ പാടില്ല. ഈവൻ ഫസ്റ്റ് വണ്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം ഇവിടെ അവിടെയാ
ഓക്കെ, ഇപ്പോൾ സമയം രാത്രി 9:30 മണിയായി. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ പോകണം. രാത്രിത്തെ ഭക്ഷണം അതിനുശേഷം വീണ്ടും യാത്ര പോകും. അതിൽ കുറച്ച് പേര് നമ്മുടെ ടീമിൽ തന്നെ പെട്രോൾ അടിക്കാനും കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ആ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. വൈറ്റ് റൈസും അൽഫാമാണ് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ പെട്രോൾ പമ്പിൽ വന്ന റെസ്റ്റോറൻറ്റിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ട് പോകാം. ഏകദേശം ഒരു കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നല്ലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം, അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം ഒന്നും കഴിച്ചില്ല. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് പാർക്ക് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ അടുത്ത് തന്നെ വാഷ്റൂമൊക്കെ ഉണ്ടാവുന്നത് തന്നെ എല്ലാവരും വാഷ്റൂമൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. രാത്രി 10 മണി രണ്ടാമത്തെ സ്പോട്ടിലോട്ട്, അതായത് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഇപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇതും ഒരു പെട്രോൾ പമ്പിനകത്ത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പോകാൻ തോന്നുന്നു. ഏതായാലും ഇവിടെ തന്നെ കഴിക്കുക. കാരണം രാത്രി 10 മണിയായി. ഇപ്പം നമ്മളെ ഖത്തർ പോലെ ചിലപ്പോൾ ഭക്ഷണം ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ഏകദേശം എല്ലാവർക്കും വിശക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് പോവാണ് അങ്ങോട്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന റെസ്റ്റോറൻ്റ് ആണിത്. ഇതിൽ ഇംഗ്ലീഷൊന്നുമില്ല, ഫുള്ള് അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതാ റെസ്റ്റോറൻറ്റ് എന്താണെന്ന് അറിയില്ല, പേരൊന്നും വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെയുള്ള സാസ്കോയുടെ പമ്പാണുള്ളത്. സാസ്കോ പെട്രോൾ പമ്പിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. സ്ഥലത്തിൻ്റെ പേരോ ലൊക്കേഷനോ ഒന്നും അറിയില്ല. ഏതായാലും എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് മുമ്പിൽ കണ്ട പെട്രോൾ പമ്പ് കയറിയിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ ആപ്പിട്ടാണ് പോകുന്നതും. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ. എന്താ ഉള്ളത് അത് കഴിക്കുന്നത്. अदर किधर गया? अदर चिकन किधर है? ये नो स्नोज है। नो स्नोज ले रहा है ना, बोला था ला प्लेट। हां ओके ओके दूसरा राइस किधर है? ആടി നമുക്കിട്ട് അടേ ഇത് ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാനാണോ എങ്ങനെയാണ്? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. മധുര കഷ്ണത്തിന് ചുറ്റും ഈച്ച പറ്റുന്ന പോലെയാണ്. ഡാറ്റ ആരടുത്താണുള്ളത് അതിന് ചുറ്റും മൊബൈലുമായിട്ട് എല്ലാവരും ഉണ്ട് റൗണ്ടായിട്ട്. സൽമാനെയാണ് പിടിച്ചിരിക്കുന്നത്. ഫുഡ് പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഇവിടുന്ന് വീണ്ടും യാത്ര തുടരണം. രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. ഓരോ വണ്ടികളായിട്ട് ഇത് പുറത്തിറങ്ങിയിട്ടുണ്ട്. രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ സൂര്യോദയത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ഓഫ് റോഡ് ക്ലബ്ബായിട്ടുള്ള അറേബ്യൻ ഓഫ് റോഡ് ടീമുമായിട്ട് കൊളാബായിട്ട് നമ്മൾ ഇവിടുത്തെ റിയാദിലെ ഡെസേർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നീങ്ങാണ് പതുക്കെ നേരെ പോകുന്നത് അടുത്ത സ്പോട്ടിലേക്ക്, അതായത് ഒരു ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റിയ സ്പോട്ടിലോട്ട്. ഓൾമോസ്റ്റ് 2 hours ഡ്രൈവ് ചെയ്യാനാണ്. അപ്പോൾ വീണ്ടും കാഴ്ചകൾ കാണാം. നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് വിചാരിക്കുന്നു. റിയാദ് എത്തേണ്ട അതിന് തൊട്ട് മുമ്പായിട്ടാണ്. ഇപ്പോൾ സമയം 12:10 നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലോട്ടാണ് പോകുന്നത്. പെട്രോൾ അടിക്കണം. വണ്ടിയുടെ പെട്രോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് സാസ്കോയുടെ ഇവിടെ നിന്നാണ് അടിക്കുന്നത്. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുകയാണ് ഈ ഒരു പമ്പ് എന്ന് പറയാനില്ല, ഈ ഒരു സ്റ്റാളിൽ നിന്ന് നമ്മുടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് ക്ലബ്ബായ അറേബ്യൻ ഓഫ് റോഡ് ക്ലബിൻ്റെ അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവരും അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവരെ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം റൈഡ് ആരംഭിക്കുന്നതായിരിക്കും. റേറ്റ് കണ്ടിട്ടില്ല, ലിറ്ററിന് 2.18 കാണിക്കുന്നത്. ഇവിടെ ഖത്തറിലാണെങ്കിൽ ഇപ്പോൾ 1.90 ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ 1.95 ആണെങ്കിൽ 1.90 ഇവിടെ 2.18. നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞു. നമ്മൾ അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ റിസീവ് ചെയ്യാൻ വന്ന ഒരു വണ്ടി ആളാണ് വന്നിരിക്കുന്നത്. ഒരിടത്തേക്ക് പോകാൻ ഡബിൾ ടാങ്കാ അല്ല, ഡബിൾ ടാങ്കിൽ തന്നെ ചോദിക്കുന്നത് മൈലേജ് ഒരു ഫുൾ ടാങ്ക് അടിച്ചാല് നമ്മളെല്ലാവരും ഇവിടുന്ന് പോവാണ്. നേരെ ഡെസേർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ആയിരിക്കും ക്യാമ്പിംഗ് എന്ന് വിചാരിക്കാം. സമയം 12:35 അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഏർലി മോർണിംഗ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പോകുന്നത് ഏരിയ
കുറച്ചൊരു ഭാഗം ടയറിൻ്റെ കാറ്റൊന്നും അഴിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഓഫ് റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് ഡെസേർട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ടയറിൻ്റെ എയർ പ്രഷറൊക്കെ കുറയ്ക്കുകയാണ്, ഫ്ലാഗ് പോളും കാര്യങ്ങളൊക്കെ കുത്തുകയാണ്. പിന്നെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 5-6 വണ്ടികൾ അവരുടെ ടീമിനും വന്നിട്ടുണ്ട്, അറേബ്യൻ ഓഫ് റോഡിൻ്റെ സൈഡിൽ നിന്നും. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണം. അതിന് ഊരണ്ടിൽ ഞാൻ നിർത്തിയത് 4x4 ഇടാനും മറ്റേ കിൽ സ്വിച്ച് ഓപ്പൺ ആക്കണ്ടിട്ട്. പുലർച്ചെ 1:15. ഇപ്പോൾ നമ്മളിപ്പോൾ റൈഡ് ആരംഭിക്കുകയാണെന്ന് തോന്നുന്നത്. നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. എനിക്കറിയില്ല എന്താണെന്ന് റൈഡിന് പോകാണോ അത് കുറച്ച് മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് എത്തിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാനാണോ അറിയില്ല. നമ്മളിപ്പോൾ അവരുടെ ടീമും നമ്മളും ആയിട്ട് ഓൾമോസ്റ്റ് 10-12ഓളം വണ്ടികളുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ പോയിട്ട് എവിടെയാണ് എത്തുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, കുറച്ച് റെസ്റ്റ് എടുക്കുമെന്ന് വിചാരിക്കാം. മുന്നോട്ട് കയറ്റി വെക്ക്, ലൈനിൽ നിന്നോട്ടെ, വണ്ടി ബാക്കിൽ ക്ലിയർ ആയിരുന്നുള്ളൂ. ഈ ഒന്ന് മുന്നോട്ട് വെക്ക്. അപ്പോൾ ഖത്തറിന് വന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഫായ്സിന്റെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താണോ പറയുന്നത് അത് അതേപടി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് അവസാനം വരെയുള്ള യാത്ര. അങ്ങനെ ഫൈനലി നമ്മൾ ഉറങ്ങാൻ വേണ്ടി സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ലീപ്പിംഗ് ബാഗൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ടെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ ടെൻറ്റൊക്കെ അടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ റൈഡ് പ്രോപ്പറായിട്ടുള്ള ആരംഭിക്കുന്നത് ഏർലി മോർണിംഗ് സൺറൈസിൻ്റെ സമയത്താണ്. ഇവിടെയൊക്കെ നമ്മുടെ ടീമൊക്കെ സെറ്റായിട്ട് കിടക്കുന്നത്. ആരത് കാശ് എങ്ങനെയുണ്ട്? ഇത്രക്കും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സമയം 2:30 മണിയായി. ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല, എന്നാലും കുറച്ചൊന്ന് കിടക്കുകയാണ്. 2-2.5 മണിക്കൂർ കിടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അതിന് മുമ്പായിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. രാവിലെ 4:30-5 മണിയാകുമ്പോഴത്തേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വണ്ടിയിൽ തന്നെയാണ് ഞാൻ കിടക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ടെൻ്റ് അടിച്ചിട്ടും ചില ആൾക്കാർ വണ്ടിയിൽ തന്നെ കിടക്കുന്നുണ്ട്, ചില ആൾക്ക് നിലത്ത് മണ്ണിൽ പായ വിരിച്ചിട്ടും അങ്ങനെയും കിടക്കുന്നുണ്ട്. പുതിയൊരു ദിവസം, വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഡോറൊക്കെ അടച്ചിട്ടാണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയൊക്കെ ഗൾഫിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഇവിടെ തന്നെ ഈ ഏർലി മോർണിംഗ് ഈ ഡെസേർട്ടിൽ കാണാൻ പറ്റും. നല്ല തണുപ്പാണ്. റെഡ് സാൻഡാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ റൈഡിങ്ങിന് മുമ്പായിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഹീറ്റ് ആകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരും എണീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രെഡും ജാമും പിന്നെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് എണീറ്റിട്ടുള്ളൂ. ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ, അതിനുശേഷം നമുക്ക് റൈഡ് ആരംഭിക്കാം. ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ കൂടെ ഇനി അകത്തേക്ക് പോകാണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകാണ്ട്. കൂടുതലും നമ്മൾ ക്രസ്റ്റ് ക്രോസിങ്ങും ക്രസ്റ്റ് ഗ്ലൈഡിങ്ങും ആയിരിക്കും നമ്മളെ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ്. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും എവിടെയെങ്കിലും കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല, നിങ്ങളെ ആ ട്രാക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് സ്കൂട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടേതായ ഒരു വഴിയിൽ അപ്പുറത്തേക്ക് എത്തിയാൽ മതി. ഇനി അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബാക്കിൽ സ്വീപ്പർ ഉണ്ടാവും. സ്വീപ്പർ മാസിനാണ് അത്. ഇൻഷാല്ലാ അത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആർക്കില്ല, എല്ലാവരും ഈ ഡെസേർട്ടിൽ നല്ലോണം കളിക്കുന്ന ആൾക്കാരാണ്. മെയിനായിട്ട് നമ്മൾ ഈഗോ ഒഴിവാക്കുക. നമ്മളത് കയറിയില്ലായിരിക്കും ഒന്നും വരാനില്ല. പേര് പറഞ്ഞ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ പേര് ജലീൽ, ഞാൻ റൂബിക്കോണ്. മൂസ റസീം എക്സ്റ്റേറ.
നീ പറഞ്ഞാൽ മതി. മറ്റത് വേണം അങ്ങനെ എന്നായാലും ആ പിടി വിടല്ലേ പാത്രത്തിന്റെ കൈയൊന്ന് വായിലോട്ട് കൊണ്ടേക്കോട്ടെ. പിടിച്ചോളി പിടിച്ചോളി. വിശക്കുന്നവന്റെ രോദനം സൽമാൻ ഫോണൊക്കെ കൂടെ പോയിടാ കിട്ടുന്നില്ലെന്ന്.
അങ്ങനെ മോർണിംഗ് റൈഡ് കഴിഞ്ഞ് തിരിച്ചതായി എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വന്നിട്ട് ഇപ്പോൾ കാറ്റൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ച സമയമായി. ഇനിയിപ്പോൾ പള്ളിയിലോട്ട് പോകണം. വെള്ളിയാഴ്ച ദിവസമാണ് ജുമ നിസ്കരിക്കണം. അതുകൂടാതെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇനിയും റൈഡ് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് ഈവനിങ് റൈഡ് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൂടാതെ ശനിയാഴ്ച ഇവിടെ താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത്തരത്തിൽ ഒരു ചർച്ചയൊക്കെ നടക്കുകയാണ്. മിക്കവാറും ഞങ്ങൾ ഇന്ന് രാത്രിയോടെ തിരിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം അത് തീരുമാനിക്കുക എന്താ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. പള്ളി കയറാം, ജുമസ്കരിക്കാം, നേരെ വണ്ടി റെഡി. അതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞ റിയാദിലൊരു കരാറാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 8 മണിക്ക് നമുക്ക് മാക്സിമം വിട്ടത് തന്നെ 9, 10, 11, 12, 1, 2 മണി 3 മുതൽ പോകും. അവിടെ നിന്ന് തിരിച്ച് നേരെ ഒരു പെട്രോൾ പമ്പിൽ വന്ന സമയത്താണ് ഇവിടെ ഒരു മിനിസ്റ്റർ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു മിനിസ്റ്ററോട് കൂടെ നമ്മളിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ തന്നെയാണ് ജുമയ്ക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു മിനിസ്റ്ററുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നമ്മളിപ്പോൾ ജുമയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ കണ്ട പെട്രോൾ പമ്പിലെ പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് ആൾക്കാർക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റിയാദിലോട്ട് പോവാണ്. പ്രോപ്പറായിട്ടുള്ള റിയാദിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കറക്റ്റ് 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 100 കിലോമീറ്റർ മുമ്പായിട്ടാണ് നമ്മൾ ഈ ഡെസേർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 100 കിലോമീറ്റർ ഓടിയാൽ റിയാദ് എത്തും. അപ്പോൾ റിയാദിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. സൗദിയിലെ റിയാദിലെ എവിടെയാണ്, റിയാദ് തന്നെയാണെന്ന് അറിയില്ല. ഞാൻ ശരിക്കും കിടന്നുറങ്ങി എണീറ്റിട്ടുണ്ടത്. ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് തോന്നുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്താണ് അമ്മായ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇനി അവിടെ പോയിട്ട് നോക്കാം എന്താണുള്ളത്. നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഡെസേർട്ട് തേടിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്. മോർണിംഗ് റൈഡൊക്കെ കഴിഞ്ഞ ശേഷം എന്താ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞ് ഈവനിങ് റൈഡിലേക്കാണ് പോകുന്നത്. അതായത് 2 നേരം രാവിലെയും വൈകിട്ടായിട്ടാണ് നമ്മൾ മരുന്നൊക്കെ കുടിക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഡെസേർട്ടിലേക്ക് പോകുന്നത്. റിയാദിൽ വന്ന് മരുഭൂമി കയറി ഇറങ്ങി മടുക്കോളം കളിക്കാതിന് ശേഷം തിരിച്ചു പോകാന്നുള്ളതിൽ അത്തരത്തിൽ മറ്റൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്ന 2 ഭാഗത്തുള്ള മലയും കുന്നൊക്കെ കണ്ടില്ലേ, ഇവിടെ ഈ സൗദി അറേബ്യയിലെ ഈ റിയാദിൽ എഡ്ജ് ഓഫ് വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ മലകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ തുറന്നിട്ടാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റോഡിലൂടെ നമ്മളിപ്പോൾ പോകുന്നത് 4 വരി പാത തന്നെയാണ്. നല്ല വലിയ റോഡൊക്കെയാണ്. ട്രാഫിക്കൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് രാത്രി ആകുന്ന സമയത്ത് ട്രാഫിക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും നമ്മൾ സ്ഥലം എത്തിയിട്ട് നമുക്ക് കാണാം. നമ്മൾ ഇന്നത്തെ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസേർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ രാവിലെ പോയി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു. ഇതാ വീണ്ടും മറ്റൊരു ഡെസേർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സമയം 4 മണിയായി. ഒരു 6-7 മണി വരെ ഇവിടെ ഉണ്ടാവും ഈ ഒരു ഡെസേർട്ടിൽ. എന്നിട്ട് അതിനുശേഷം നമ്മൾ തിരിച്ചു പോകും. നല്ല വ്യൂ, ഡാർക്കായിട്ടുള്ള, അതായത് നമ്മൾ രാവിലെ പോയതിനേക്കാൾ കൂടുതൽ ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളർ സാൻഡാണ് ഇവിടെ കാണുന്നത്. നമ്മളെ വണ്ടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടിയുടെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരുഭൂമിയിൽ നമ്മൾ കാർ 4x4 മാത്രമല്ല കാറുകൾ വരെ ഈ സൗദി പിള്ളേർ കയറ്റി കൊണ്ടുവന്നു പറയുന്നേക്കാം. അത്തരത്തിൽ കാർ നമുക്ക് ഇവിടെ കാണാനും പറ്റും. ഈ ഒരു കാറൊക്കെ, ചെറിയ കാറൊക്കെ കയറി പോകുന്ന നോക്കിയിട്ട് 4x4 നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്ത് വരെ കാറൊക്കെ കയറി പോകുന്നുണ്ട്.
എന്താ പറയുക, ഒരു മനോഹരമായ കാഴ്ചയാണ്. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അറേബ്യൻ ഓഫ് റൈഡേഴ്സിൻ്റെ തറവാടായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഈ ഒരു റിയാദിൽ ഈ ഒരു സ്പോട്ട് മിക്ക സമയങ്ങളിലും ഈസി ആക്സസ് ആണ്, അവർക്ക് വരാൻ എളുപ്പത്തിൽ വരാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്പോട്ടിലാണ് കൊണ്ടുവരുന്നത്. അവർ ചായ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിങ്ങനെ ഈ ഒരു വൈബൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ എൻഡിലൊക്കെ അടുക്കുകയാണ്, നമ്മൾ തിരിച്ചു പോകാനുള്ള സമയത്തിലൊക്കെ അടുക്കുകയാണ്. അതിന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് അവസാന വെടിക്കെട്ടെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ചായ ക്ലാസ് കൈവിട്ടു. കുത്തനക്കത്തിൽ രണ്ടും വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ അത് കയറി, നമ്മളെ വണ്ടി കയറില്ല കേട്ടോ. അത് അതേപോലെ കറക്റ്റ് ഇറക്കണം. സജു ചായ എടുക്കടാ. ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾ പോകുമ്പോ കുറേ മറ്റേ എത്യോപ്യൻ റോട്ട് അത് ലാസ്റ്റ് നിങ്ങൾ തെരഞ്ഞിട്ട് കിട്ടിയില്ല അവരോട് ഏൽപ്പിച്ചായി. കാരണം ഓല എന്തായാലും ഒരു 100 കയറ്റി ഓല് മീഡിയേറ്റേഴ്സ് ഓൽക്കിച്ചുണ്ടാവും ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ തെരഞ്ഞിട്ട് കിട്ടിയില്ല. അല്ല യൂസ്ലെസ് ഞാൻ പിൻ ചെയ്തിട്ടാ. പോവാ ഞങ്ങളിതാ തിരിക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാരും ലാസ്റ്റ് സംസാരിച്ച് പിരിയാൻ സിറ്റി കാരണം വെറുതെ കയറി കടലിനോടൊരു ബഹുമാനം റിയാദിലുള്ളവർക്ക്, ജിദ്ദയിലുള്ളവരും ബാക്കിയുള്ളവരും തമാമുള്ളവർക്കൊക്കെ ബീച്ചാണ് ഇപ്പോൾ നല്ല ബ്ലൂ ക്യാമ്പ് ചെയ്തോ. അല്ല ഒരു മാത്രമേ വന്നിട്ടുള്ളൂ.